നമ്മളിതേണ്ട അമ്മുവിൻ്റെ സീമന്തം അമ്മുവിൻ്റെ വളകാപ്പിന് പോവാണ് കേട്ടോ. ഞാനും അമ്മയും കൂടെ ദാണ്ട റെഡിയായി. ഞാനും അമ്മയും കൂടെ വണ്ടിയിലാണേ പോയത്. ഞങ്ങൾ പോയ വഴിക്കൊക്കെ ദേ നമ്മുടെ ഗോകുലിയേട്ടൻ്റെ ഫ്ലെക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇലക്ഷൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മൾ നേരെ എത്തിയപ്പോൾ ദേണ്ട അമ്മു റെഡി ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇത്. അവൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ റെഡിയായി എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. ഇത് അമ്മുവിനെ നോക്കിക്കോ, ഒരു കല്യാണ പെണ്ണിനെ പോലെ തന്നെ ഉണ്ടല്ലേ നമ്മുടെ കല്യാണ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഈ ഒരു വളകാപ്പ് ചടങ്ങൊക്കെ എത്ര അടിപൊളിയായിരിക്കുമല്ലേ. എന്തായാലും സംഭവം കൊള്ളായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ അവൾ ഏകദേശം റെഡിയായി കഴിഞ്ഞായിരുന്നു. പിന്നെ ഇതൊക്കെയായിരുന്നു നമ്മുടെ സീമന്തത്തിൻ്റെ പരിപാടികൾ എന്ന് പറയുന്നത്. കുറച്ച് കുപ്പികളെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെൻ്റെ വാഴയിലയിൽ അമ്മുവിൻ്റെ സീമന്തം നീതിയിട്ട് രണ്ട് കുഞ്ഞി കാലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അമ്മു സെറ്റാക്കിയതാണ്. അമ്മു തന്നെ രാത്രിയിൽ എഴുതിയതാണ്. അങ്ങനെ ദാണ്ട് റെഡി ആയി കഴിഞ്ഞാൽ ആൾ പുറത്തേക്ക് വരാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ആളുടെ ഫ്രണ്ടും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെയൊക്കെ എടുത്ത് കുറച്ച് സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയമായപ്പോഴത്തേക്ക് ആൾ പുറത്തേക്ക് വന്നു. അവനും അവളും കൂടെ ആണേ വന്നത്. അവർ രണ്ടുപേരും കൂടെ വന്നിട്ട് ദാണ്ട വിളക്കൊക്കെ കത്തിച്ചു. ആചാരങ്ങളൊക്കെ അതിൻ്റെ പടി നടക്കണമല്ലോ. അപ്പം നേരെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ആളവിടെ ഇരുന്നു. അമ്മുവിൻ്റെ മുഖത്ത് ആദ്യം മഞ്ഞൾ തേച്ചത് ഹസ്ബൻഡ് തന്നെയാണ്. ഇതാണ് കേട്ടോ എൻ്റെ ബ്രദർ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ മുഖത്ത് മഞ്ഞളൊക്കെ തേച്ചിട്ട് കയ്യിൽ കുപ്പികളൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഫാമിലിയിലുള്ള എല്ലാവരും കുപ്പികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഓരോരുത്തരായിട്ട് വന്ന് കുപ്പികളെ ഇട്ടു, മഞ്ഞൾ തേച്ചു, സ്വീറ്റ്സ് ഒക്കെ കൊടുത്ത് എല്ലാവരും ഹാപ്പിയാണ്. അതാണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മയും അമ്മൂൻ്റെ അമ്മൂമ്മയും പിന്നെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ചിറ്റയും പിന്നെ ഇവിടെ ഉള്ള ചിറ്റന്മാരും അമ്മമാരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. രണ്ട് ഫാമിലിയിലുള്ള ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഫാമിലീസിൻ്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുള്ള ഒരു കിഡിലെ സെലിബ്രേഷൻ ആയിരുന്നു. പിന്നെ അതുകൊണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുവാണ്. അപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊരു ബേബി വരട്ടെ അല്ലേ. അപ്പോൾ ഞങ്ങൾ രണ്ട് ബേബിക്കായിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഗൈസ്. അപ്പോൾ ഓക്കെ ബൈ.